السلام عليكم ورحمة الله وبركاته. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദസി തൻ്റെ കിതാബു തവ്വാബീൻ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ബൽഖ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസിദ്ധമായ കുടുംബമാണ് അലവിയാക്കൾ എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽപ്പെട്ട ധനികനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ തൻ്റെ ഭാര്യയും 3 പെൺമക്കളും മാത്രം ഒറ്റയായി. അങ്ങനെ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ ജീവിക്കാൻ വകയില്ലാതെ ആ നാട്ടിൽ നിന്ന് അഭിമാനമോർത്തുകൊണ്ട് വേറെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. സമർക്കന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര പോയി. ആ നാട്ടിൽ ചെന്നപ്പോൾ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല. ആ സമയത്ത് ഫദഖൽന മസ്ജിദ ബലദിൻ മഹ്ജൂരിൻ ഫതറക്തുഹുന്ന ഉമ്മുഹുന്ന ഫീഹി. ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ സമർക്കന്ദിലെ ഒരു പള്ളിയുടെ സമീപത്ത് ഉള്ള സ്ഥലത്ത് ഈ പെൺകുട്ടികളെയൊക്കെ ആക്കി ഉമ്മ ഓരോ ദിവസവും യാചനക്ക് പുറപ്പെടാൻ തുടങ്ങി. കാരണം വേറെ ജോലിയൊന്നും അറിയില്ല. അഭിമാനം ആലോചിച്ചിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാനും കഴിയുന്നില്ല. അങ്ങനെ സമർക്കന്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി പള്ളിയുടെ പരിസരത്തുള്ള ഒരു വീട്ടിൽ മക്കളെയൊക്കെ ആക്കി ഉമ്മ ഓരോ ദിവസവും യാചനയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ സമർക്കന്ദിലെ ഉമാണിയായ ഒരു മനുഷ്യൻ്റെ അരികിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു മുസ്ലിമായ മനുഷ്യനാണ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഞങ്ങൾ നല്ല ഒരു പ്രമാദമായ ഒരു കുടുംബത്തിലുള്ള ആളാണ്. സാമ്പത്തികമായി ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് നാട്ടിൽ യാചനയ്ക്ക് ഇറങ്ങാനും പറ്റില്ല. അങ്ങനെയാണ് ഈ നാട്ടിൽ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സമർക്കന്ദിലെ ആ പ്രമാണിയായ മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞു, ലാ ബുദ്ദ അൻ തുഖീമി ഇൻദി അൽ ബയ്യിന ബിദാലിക. സാക്ഷികളായിട്ട് ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വിദേശിയായ ഒരു പെണ്ണാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ എൻ്റെ കാര്യത്തെ അറിയുന്നവരും അത് തെളിയിക്കാൻ പറ്റിയ സാക്ഷികളെയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്നെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അദ്ദേഹം അത് അംഗീകരിച്ചില്ല. ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. സ്വതക്കയൊന്നും കൊടുക്കാതെ ആ സ്ത്രീയെ അവഗണിച്ചു. ആ പെണ്ണ് അവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി. ചെന്നെത്തിയത് ഒരു മജൂസിയായ അഗ്നി ആരാധകനായ ഒരു വ്യക്തിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ നിരപരാധിത്വവും വിഷമവും പ്രയാസവുമെല്ലാം അന്യമതക്കാരനായ ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ഞാൻ അലവിയ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. നാട്ടിൽ സാമ്പത്തികമായി ഒരുപാട് കടങ്ങളും വിഷമങ്ങളും ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഞങ്ങൾ ഈ നാട്ടിൽ വന്നു. ഞാൻ യാചന നടത്തിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ ജീവിതം കഴിയുന്നത്. അങ്ങനെ വന്നപ്പോൾ വാർസല ബഅദ നിസാഇഹി ഫഅതത് ബിഹാ വബിബനാതിഹാ ഇലാ ദാരിഹി. ഈ പെണ്ണ് പറയുന്ന കാര്യത്തിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ ഈ പറയുന്ന പള്ളിപ്പറമ്പിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ 3 പെൺകുട്ടികൾ നാഥനില്ലാതെ താമസിച്ചു വരുന്നത് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ പെൺകുട്ടികളെയും ഈ സ്ത്രീയെയും ഈ മജൂസിയായ മനുഷ്യൻ തൻ്റെ വീടിൻ്റെ മുകളിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്.
ഫബാലഗ ഫീ ഇക്റാമിഹിന്ന, അവർക്ക് വേണ്ട എല്ലാ പരിപാലനവും മാന്യമായ സ്വീകരണം അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹം ഇടപെടാൻ തുടങ്ങി. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഫലമ്മാ മളാ നിസ്ഫുൽ ലൈലി റഅ ദാലികൽ മുസ്ലിമുൽ ഖിയാമ, രാത്രിയായപ്പോൾ, അന്നത്തെ ദിവസം രാത്രിയായപ്പോൾ ആദ്യം പോയ മുസ്ലിമായ മനുഷ്യൻ ഖിയാമത്ത് നാൾ വന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. ആദ്യം മുസ്ലിമായ മനുഷ്യൻ്റെ അടുത്ത് പോയല്ലോ, അദ്ദേഹം ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതായിട്ട് സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാകയും പിടിച്ച് ഇങ്ങനെ വിശ്വാസികളെ കാത്തു നിൽക്കുന്നതാണ് സ്വപ്നം കണ്ടത്. വഇൻദഹു ഖസ്റുൻ അദീം, നബി തങ്ങളുടെ അരികിൽ നല്ല അമ്പരച്ചുംബിയായ ഒരു കൊട്ടാരവും കാണുന്നു. ഫഖാല, ആ സമയത്ത് ആ മുസ്ലിമായ മനുഷ്യൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമൻ ഹാദൽ ഖസ്റു, നബിയേ ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു, റജുലുൻ മുസ്ലിമിൻ, ഇതൊരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന മുസ്ലിമുൻ മുവഹിദുൻ, ഞാനും ഒരു ഏകദൈവ വിശ്വാസി തന്നെയാണ്, അപ്പോൾ എനിക്ക് എന്നോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖിം ഇൻദി അൽ ബയ്യിനത ബിദാലിക്, അല്ല നീ മുസ്ലിം ആണെന്നുള്ളതിന് എന്താ തെളിവ്? എനിക്ക് തെളിവ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഫതഹയ്യറ, അദ്ദേഹം പരിഭ്രമിച്ചു പോയി. ഫഖസ്സലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ അൽ അലവിയ്യ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കഥ, ഈ അനുഭവം വിവരിച്ചു കൊടുത്തു. നിങ്ങളുടെ വീട്ടിൽ പ്രമുഖമായ അലവിയ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ മക്കളെ പോറ്റാൻ ആവശ്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ തെളിവ് കാണുമെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചുവിട്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമായി. ഇദ്ദേഹം ആ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞെട്ടി ഉണർന്നു. വല്ലാത്ത ദുഃഖം. ആ സ്ത്രീയെ തിരിച്ചുവിട്ടതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി. ആ സ്ത്രീയെ എവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം നാടുനീള അന്വേഷണം നടത്തി. അപ്പോഴാണ് ഒരു മജൂസിയായ ഒരു ആളുടെ, അഗ്നി ആരാധകനായ ഒരാളുടെ വീട്ടിൽ ആ സ്ത്രീയും മക്കളും വളരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, പിന്നെ ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബമുണ്ടല്ലോ, അവരെൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഖദ് ലഹിഖനീ മിൻ ബറകാതിഹിന്ന, അവരിവിടെ വന്നതിന് ശേഷം എനിക്ക് വലിയ പുരോഗതിയാണ്, ഒരുപാട് ബർക്കത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവരെ വിട്ടു തരാൻ തയ്യാറല്ല. അദ്ദേഹം ആ സമയത്ത് 1000 സ്വർണ്ണ നാണയം കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവരെ എനിക്ക് വിട്ടു തരണം, നിങ്ങൾക്ക് ഇതൊരു ഹദിയയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ആ മജൂസിയായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അല്ലദീ തുരീദുഹു അന അഹഖു ബിഹി, നിങ്ങൾ എന്തൊരു കാര്യമാണ് ഇവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇവരെ കൊണ്ടുപോയി ഇവർക്ക് ചെയ്തു കൊടുത്താൽ കിട്ടുന്ന എന്ത് ഫലമാണ്? അതിന് ഞാനാണ് ഏറ്റവും അർഹതപ്പെട്ട ആൾ. വൽ ഖസ്റുല്ലദീ റഅയ്തഹു ഫിന്നൗമി ഖുലിഖലി, നിങ്ങൾ ഇന്നലെ സ്വപ്നം കണ്ടില്ലേ, ഒരു വലിയ സൗധം ഒരു മുസ്ലിമിനുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സൗധത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടില്ല, അത് എനിക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, അത്തഫ്ഖറു അലയ്യ ബിസ്ലാമിക്, നിങ്ങളൊരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിലാണോ നിങ്ങൾ എന്നോട് അഭിമാനം കൊള്ളുന്നത്, അഹങ്കരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി മാ നിംതു അന വ അഹ്ലു ദാരി ഹത്താ അസ്ലംനാ കുല്ലുനാ അലാ യദിൽ അലമിയ്യ, ഞാനും എൻ്റെ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ വന്ന കുടുംബത്തിൻ്റെ കാരണം കൊണ്ട് മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ട്. വറഅയ്തു മിസ്ല മനാമിക, ഇന്നലെ നബിതങ്ങളുടെ അരികിൽ നിങ്ങളൊരു സൗധം സ്വപ്നം കണ്ടില്ലയോ, ഇതുപോലത്തെ സ്വപ്നം ഞാനും കണ്ടിരിക്കുന്നു.
വഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വപ്നത്തിൽ വന്നിട്ട് നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അൽ അലവിയ്യത്തു വ ബനാതുഹാ ഇൻദക, അലവിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണും 3 പെൺകുട്ടികളും നിങ്ങളുടെ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ചോദിച്ചു. ഖുൽതു നഅം യാ റസൂലല്ലാഹ്, അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അതേ നബിയേ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഖസറു ലക വലി അഹ്ലി ദാരിക, ഈ കാണുന്ന സൗധം കണ്ടില്ലേ, അത് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചതാണ്. പാവപ്പെട്ട ഒരു കുടുംബത്തിന് തണലായതിൻ്റെ പേരിൽ ആരും സഹായിക്കാനില്ലാതെ സ്വന്തം നാട്ടിൽ വലിയ ബൂർസകളായി ജീവിച്ച് ധനികന്മാരായി ജീവിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ അഭിമാനം കാത്തിട്ട് ആ നാട്ടിൽ താമസിക്കാതെ വേറെ നാട്ടിൽ പോയി യാചന നടത്തി ജീവിക്കുന്ന ഒരു പെണ്ണ്, 3 പെൺകുട്ടികൾ അവർക്ക് തുണയായതിൻ്റെ പേരിൽ അവരെ ഏറ്റെടുക്കാൻ തയ്യാറായി. ആ സമയത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണിത്. ഇവർ വീട്ടിൽ വന്നതിന് ശേഷം ഞാനും എൻ്റെ കുടുംബവും അവരുടെ ജീവിതം കണ്ട് മുസ്ലിമായിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ കാണിച്ച സേവനത്തിന് അല്ലാഹു നൽകിയ സമ്മാനമാണ് ഈ സൗധം എന്ന് എന്നോട് പറയുകയുണ്ടായി. ഫൻസറഫൽ മുസ്ലിമു വബിഹി മിനൽ കആബതി വൽ ഹുസ്നി മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അതീവമായ ദുഃഖത്തോടുകൂടെ ആ മനുഷ്യൻ തിരിച്ചുപോയി എന്ന് ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു തൻ്റെ അത്തവ്വാബി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുകയാണ്. ഇതിൽ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന സാധുക്കളായ ഒരുപാട് പാവങ്ങളുണ്ട്. പറ്റുന്ന പോലെയൊക്കെ അവരെ നാം സഹായിക്കുക. നമുക്ക് അവരിൽ നല്ലതും ചീത്തയൊന്നും അറിയാൻ കഴിയില്ല, പക്ഷേ നമ്മൾ നല്ല നിയ്യത്തിൽ അങ്ങ് കൊടുക്കുക അല്ലേ. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് നമ്മൾ ഓതിയല്ലോ ഇതുപോലൊരു ദിവസം. ഒരാൾ ആരും കാണാതെ സ്വതക്ക കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് രാത്രി അദ്ദേഹത്തിൻ്റെ മുതലുമായിട്ട് ഇറങ്ങി സ്വതക്ക കൊടുത്തപ്പോൾ അത് വാങ്ങിയത് മോഷ്ടിക്കാൻ ഇറങ്ങിയ ഒരു കള്ളനായിരുന്നു. പിറ്റേ ദിവസം ആ സ്വതക്ക വാങ്ങിയത് ഒരു വ്യഭിചാരിയായ ഒരു പെണ്ണായിരുന്നു. പിറ്റേ ദിവസം ആ സ്വതക്ക ലഭിച്ചത് ആ നാട്ടിലേറ്റവും ഫ്രോഡായ ഒരു തമ്മാടിയായിരുന്നു. പക്ഷേ അവർക്ക് മാനസാന്തരമുണ്ടായി. വ്യഭിചാരിയായ ആ പെണ്ണ് വ്യഭിചാരത്തിനിറങ്ങുന്നത് കാശില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നല്ല സ്വതക്ക കിട്ടിയപ്പോൾ ആ പെണ്ണ് വിചാരിച്ചു, പഠിച്ചവനെ ഞാനിനി എന്തിനാണ് വ്യഭിചാരത്തിനിറങ്ങുന്നത്. എത്ര നല്ല മനുഷ്യന്മാർ, അവർ ചെയ്യുന്ന സേവനം വേറെ ഒരാൾ കാണരുതെന്ന് വിചാരിച്ചിട്ട് പാതിരാ സമയത്ത് പോലും ധർമ്മം കൊടുക്കാൻ ഇറങ്ങിയ മനുഷ്യന്മാരുണ്ടല്ലോ. അങ്ങനെ ഈ 3 ആളുകളും ആ സ്വതക്ക ലഭിച്ച കാരണം കൊണ്ട് നന്നായി എന്നാണ്. അവരുടെ മോഷണം നിർത്തി, തമ്മാടിത്തരം നിർത്തി. തമ്മാടിത്തരം ഒരാൾ സക്കാത്ത് കൊടുക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ വിചാരിച്ചു, ഈ നാട്ടിലെ വലിയ മുതലാളിയായ അധർമ്മകാരിയായ എനിക്ക് സ്വതക്ക ഒരാൾ കൊണ്ടുതരികയാണ്. അദ്ദേഹത്തിൻ്റെ സക്കാത്ത് കൊടുത്തതിൻ്റെ മിച്ചം പിന്നെയുള്ള സ്വതക്കയാണ് ഒരാളും അറിയാതെ രഹസ്യമായി അദ്ദേഹം കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞാൻ സക്കാത്ത് പോലും കൊടുക്കാറില്ല, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാൻ പ്രചോദനമായി. അപ്പോൾ നമ്മൾ നല്ല നിയ്യത്തിൽ ഉദ്ഗങ്ങോട്ട് കൊടുക്കുക. പരസ്യമായി നമുക്ക് ഉറപ്പാണ് ഈ കൊടുക്കുന്ന ഈ പൈസ കൊണ്ട് അവൻ കള്ളു കുടിക്കാനേ പോകുള്ളൂ. അങ്ങനെ നമ്മൾ സഹായിക്കാൻ പോകരുത്. നമ്മൾ ഈ കൊടുത്ത പൈസ കൊണ്ട് അവൻ കള്ളു കുടിക്കാനാണ് പോവുക എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സഹായിക്കാൻ പോകരുത്. നമ്മളുണ്ടാക്കുന്ന ഈ ശർക്കര കൊണ്ട് കള്ളുണ്ടാക്കും എന്ന് ഉറപ്പിച്ചാൽ പോലും അവന് ആ ശർക്കര വിൽക്കാൻ പാടില്ല എന്നാണ്. അതാണ് ഇസ്ലാമിൻ്റെ വിധി. നമ്മളിൽ നിന്ന് മുന്തിരി വാങ്ങി കൊണ്ടുപോകുന്നത് അയാൾ കള്ളുണ്ടാക്കാനാണെന്ന് ഉറപ്പാണ് എങ്കിൽ അയാൾക്ക് മുന്തിരി കൊടുക്കാൻ പാടില്ല, വിൽപ്പന നടത്താൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ ഏത് കാര്യവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ സ്വതക്ക കൊണ്ട് അവൻ അധർമ്മം ചെയ്യും, അക്രമം ചെയ്യും, അനീതി ചെയ്യും, തെറ്റ് ചെയ്യും എന്ന് ഉറപ്പാണെങ്കിലും നമ്മൾ അവരെ സഹായിക്കാൻ പാടില്ല. അല്ലാത്ത ഘട്ടത്തിലെല്ലാം
നമ്മൾ നല്ല നിയത്തിൽ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. അവരിനി എന്തിനു വിനിയോഗിച്ചാലും വേണ്ടില്ല. അതിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർറാഹിമായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിലും ജോലിയിലും സമ്പത്തിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകിയവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.